നമുക്കൊരു പഴപ്രഥമ പായസം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളൊരു 5-8 ശർക്കര എടുത്തിട്ട്, ഞാനിപ്പോൾ 5-8 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഉരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അങ്ങനെ അത് ഉരുക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. നല്ല പാകമായ ഒരു പഴം വേണം, ഓവർ പഴുത്തതല്ല എന്നാൽ പഴുത്തതും ആവണം. ഇപ്പോൾ ഇത് ഒന്ന് ഉരുക്കി വരാൻ നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഴം പുഴുങ്ങാൻ വെക്കണം. പുഴുങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ കറുത്ത ആര് കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ. പിന്നെ അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടും നമ്മൾ പായസത്തിന് ഇടാറുണ്ട്. പിന്നെ ഓരോരുത്തർ കസ്റ്റമൈസേഷനിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പഴുത്ത പഴം എടുത്ത് പുഴുങ്ങി കറുത്ത നാര് കളഞ്ഞ് മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അടിച്ചെടുത്ത്, പിന്നെ ആ ജാറിലോട്ട് തന്നെ ഒരു 3-4 നാളികേരം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാപ്പാലും പിഴിഞ്ഞെടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്. ഒരൊറ്റ പാൽ, 2 പാലോ 1 പാലോ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഒരൊറ്റ പാലും മതി. അപ്പോൾ കുറച്ച് വെള്ളം അധികം ആവാതെ അതിന് വേണ്ട രീതിക്ക് ഉള്ള വെള്ളം എടുത്തിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത്. ഇപ്പം ഞാനൊരു 1 കിലോ പഴം എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അറിയുന്നില്ല. അപ്പോൾ ആ ഒരു 1 കിലോ എന്തായാലും ഉണ്ടാവും, 1 കിലോത്തിൽ കൂടുതലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് എന്തായാലും ഇത് ഓക്കെയാണ്. പിന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെതാവും നമ്മുടെ ശർക്കര റെഡിയായി. അതിലോട്ട് നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ച പഴം ഇട്ട് നന്നായി ഇളക്കി ചേർത്തെടുക്കണം. ഇപ്പോൾ ഈ ശർക്കരയും പഴവും കൂടിയിട്ട് നല്ലോണം മിക്സായിട്ട് വരണം. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ, ഈ ശർക്കരയും പഴമൊക്കെ കൂടിയിട്ട് വേണമെങ്കിൽ. ഇങ്ങനെ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യും നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ ഒഴിച്ചിട്ടില്ല, ഏലക്ക പൊടിച്ചതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നല്ലോണം കുറുക്കിയെടുത്ത്, പിന്നെ ആ സമയത്ത് ഞാൻ നമ്മൾ നാളികേരത്തിൻ്റെ കൊത്തുണ്ടല്ലോ, ചെറുതായിട്ട് നാളികേരം അരിഞ്ഞത് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും നല്ല കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ്. പിന്നെ അത് നമ്മൾ പഴം ഒക്കെ ഏകദേശം ശർക്കരയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ കുറച്ചേശ്ശെ ഒഴിച്ച്, ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറച്ചേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കിട്ടില്ല പഴപ്രഥമ പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഏട്ടൻ കുറച്ചെടുത്ത് വൈനിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത്, അപ്പോൾ ആൾ ഓക്കെ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ച് അവന് നല്ലോണം ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഏട്ടനും ഗ്ലാസ്സിൽ കുടിച്ചു. എല്ലാവർക്കും 2 ഗ്ലാസ് വെച്ച് കുടിക്കാൻ നമുക്കിത് ഓക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് പായസം കുടിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.